ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എനിക്കും ദൂഷിപ്പിക്കും ഇവരുടെ ദൈവത്തോടൊപ്പം കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ സന്തോഷം പ്രാപിക്കുവാൻ സഭയെ അറിയിച്ചുകൊള്ളുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ 2 വേദവാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായി റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. രണ്ടാമതായി റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം എന്നുള്ളത്, ഇവിടെ യഹൂദനും യഹൂദനും ജാതികളും തുല്യരാണ് എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ, പൗലോസ് തന്റെ ആരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് താൻ സഭയെ അല്ലെങ്കിൽ ജാതികളെ പീഡിപ്പിച്ചു പോരുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൗലോസിന്റെ മാനസാന്തരത്തിന്റെ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, താൻ പള്ളിയിൽ നിന്ന് സഭയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി, സഭയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അധികാരപത്രം മേടിക്കുന്നതായി നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇതിനുള്ള കാരണം, പൗലോസ് എന്തുകൊണ്ട് സഭയെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാരണം, താൻ വിശ്വസിച്ചിരുന്നത് യഹൂദരും ജാതികളും തമ്മിൽ വലിയൊരു അന്തരം, വലിയൊരു വിടവ് ഉണ്ടായിരുന്നു എന്നാണ് താൻ വിശ്വസിച്ചിരുന്നത്. താൻ ഒരു യഹൂദനായതിനാൽ അതുകൊണ്ട് ജാതികളെ പ്രത്യേകിച്ചും സഭയെ ഉപദ്രവിച്ചു പോരുന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് യഹൂദനും യൗവനനും തുല്യനാണ് എന്ന് നാം ഈ 2 വേദഭാഗങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കും. യഹൂദനും യൗവനനും വലിയ അന്തരമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പൗലോസ് ഇവിടെ എഴുതുകയാണ്, യഹൂദനും യൗവനനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതിനോടനുബന്ധിച്ച് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4-5. അവിടെ ആ ഭാഗത്ത് ആരാണ് ആ സത്യം, ആരാണ് യഹൂദനും യൗവനനും ഒരു വ്യത്യാസമില്ല എന്നുള്ള ആ സത്യം ആരാണ് തനിക്ക് വെളിപ്പെടുത്തിയതെന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4-5 ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അവൻ നിലത്തു വീണു, ശൗലെ ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ശൗലിന് അറിയാമായിരുന്നു യഹോവയാണ് യഹൂദന്മാരുടെ ദൈവമെന്ന്. എന്നാൽ ഇപ്പോൾ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, തനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നുള്ളത്, താൻ യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല, താൻ ഈ ലോകത്തിലുള്ള മാനവജാതിയുടെ എല്ലാവരുടെയും ദൈവമാണ് എന്ന് പൗലോസിന് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. കാരണം ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ യേശു ശൗലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ചോദ്യത്തിലൂടെയാണ് ശൗലിന് യേശു യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല, മറിച്ച് അവൻ ഈ മാനവജാതിയുടെ ദൈവമാണ് എന്നവിടെ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലും അവിടെ നാം കാണുന്നത്, യഹൂദന്മാരും യവന്മാരും എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സത്യമാണ് പൗലോസ് അവിടെ വിളിച്ചു പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ജാതികളായ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പാപികളായതുകൊണ്ട് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ 2 വേദഭാഗങ്ങളും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ, നാം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, ജാതികളായ നാം അല്ലെങ്കിൽ പാപികളായ നമ്മുടെ അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, നാം ഇസ്രായേൽ പൗരത്വ സംബന്ധമില്ലാത്തവരായിരുന്നു. നാം പൗലോസ് പറയുന്നത് പോലെ നമുക്ക് ഇസ്രായേൽ മക്കളുമായി വലിയൊരു അന്തരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പാപത്താൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുവാനായിട്ടിടയായി. ദൈവം നമ്മുടെ അപേക്ഷ കേട്ട് നമ്മളെ യഹൂദന്മാരോട് അടുപ്പിക്കുവാനായിട്ടിടയായി. നാം ദൈവത്തിന്റെ മക്കളാക്കുവാനായിട്ടിടയായി. നാം യഹൂദന്മാരോട് തുല്യരാകുവാനായിട്ടിടയായി. അതുകൊണ്ട് നാം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. ദൈവം നമ്മെ അവന്റെ മക്കളാക്കുവാനായിട്ടിടയായി. ഒരു സ്വർഗീയ പൗരത്വം
നമുക്ക് തരുവാനായിട്ടിടയായി. അതുകൊണ്ട് നാമനാരാധനയ്ക്കായി കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ ഓർക്കാം, അവനെ സ്തുതിക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.